പാലിയേക്കര ടോൾ പ്ലാസയിൽ ഇന്ന് വളരെ നിർണായകമാണ്. ടോൾ പിരിക്കണമോ എന്ന കാര്യത്തിൽ ഇന്ന് ഹൈക്കോടതി അന്തിമ തീരുമാനം ഒരുപക്ഷെ എടുത്തേക്കും. ടോൾ പിരിവ് മരവിപ്പിച്ച ഉത്തരവ് ഇന്ന് വരെയായി ഹൈക്കോടതി നീട്ടിയിരുന്നു. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനെ തുടർന്നായിരുന്നു കോടതി ടോൾ പിരിവ് തടഞ്ഞത്. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് കൊച്ചിയിൽ നിന്നും നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം, ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം നടന്ന വാദങ്ങൾ, നിലപാടുകൾ, പരാമർശങ്ങളൊക്കെ എങ്ങനെയായിരുന്നുവെന്ന്. ഗുഡ് മോർണിംഗ് ഉമേഷ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കേസ് പരിഗണനയിലേക്ക് വന്നപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനങ്ങളാണ് ദേശീയപാത അതോറിറ്റിക്ക് കേൾക്കേണ്ടി വന്നത്. ഇന്ന് വരെ ടോൾ പിരിവ് തടഞ്ഞത് കോടതി നീട്ടുകയും ചെയ്തിരുന്നു. ഇന്ന് ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് ഈ കേസ് വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ടോൾ പിരിവ് തടഞ്ഞത് നീട്ടുമോ അതോ ടോൾ പിരിവ് വീണ്ടും തുടങ്ങുമോ എന്നതാണ്. കളക്ടർ റിപ്പോർട്ടും ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗുഡ് മോർണിംഗ് മനു. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ കളക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തന്നെയായിരിക്കും അക്കാര്യത്തിൽ കോടതി ഒരു തീരുമാനമെടുക്കുക. ഈ ടോൾ പിരിവ് തടഞ്ഞ അല്ലെങ്കിൽ മരവിപ്പിച്ച നടപടി ഇന്നത്തോടെ അവസാനിക്കുമോ, ഇന്നു മുതൽ ടോൾ പിരിക്കാൻ കഴിയുമോ, അതോ ഇനിയും അത് നീട്ടുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ വാദപ്രതിവാദങ്ങൾ നടന്നതാണ്. ഓരോ ഘട്ടത്തിലെത്തുമ്പോഴും ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ദേശീയപാത അതോറിറ്റിയും ടോൾ കമ്പനിയും ഈ ടോൾ പിരിക്കുന്ന കമ്പനിയും ഒക്കെ കോടതിയുടെ അനുമതി തേടിയതാണ്. പക്ഷേ അന്നൊന്നും കോടതി അത് അംഗീകരിച്ചില്ല. അതിന് കാരണം പാത ഗതാഗത യോഗ്യമായില്ല എന്നുള്ളത് തന്നെയാണ്. കോടതി അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അന്തിമ അനുമതി നൽകൂ എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 6-നാണ് ഈ പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഈ പാത ഗതാഗത യോഗ്യ ശേഷം മാത്രം മതി ഇനി ടോൾ പിരിക്കുക എന്നാണ് ഡിവിഷൻ ബെഞ്ച് അന്ന് നിർദ്ദേശിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മുതൽ തന്നെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. സർവീസ് റോഡുകളൊക്കെ നേരെയാക്കൽ നടപടികളൊക്കെ വേഗം നടന്നു. പക്ഷേ ഇതിനിടയിൽ ഈ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുമതി തേടിക്കൊണ്ട് ഹൈക്കോടതിയിലും വീണ്ടും ഒരു ഹർജി നൽകി. അതിനു പുറമെ സുപ്രീം കോടതി വരെ ആ നിയമപോരാട്ടം നീണ്ടു. പക്ഷേ സുപ്രീം കോടതി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. ഈ ടോൾ നൽകണമെങ്കിൽ അതിന് കൃത്യമായ യാത്രാ സൗകര്യം ഏർപ്പാടാക്കണം. യാത്രക്കാർക്ക് സുഗമമായ യാത്ര ഉറപ്പാക്കാതെ ടോൾ പിരിക്കാൻ പാടില്ല എന്ന നിലപാട് തന്നെ, അങ്ങനെയാണ് ഹൈക്കോടതി നിലപാടെടുത്ത്. ആ നിലപാടിനെ സുപ്രീം കോടതിയും പിന്തുണയ്ക്കുന്നതാണ് കണ്ടത്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. 4 ആഴ്ചത്തേക്കാണ് ടോൾ പിരിവ് അന്ന് നിർത്തിവെച്ചത്. അതിനുശേഷം സെപ്റ്റംബർ 6-ന് ഈ ഹർജി വീണ്ടും പരിഗണിച്ചപ്പോഴും ഈ ഒരു മാസം കഴിഞ്ഞു എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി ഇനി പുനരാരംഭിക്കാൻ അനുമതി നൽകണം എന്നൊക്കെ അന്ന് ടോൾ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഈ ഈ പണികളുടെ പുരോഗതി എന്തായി എന്ന് കോടതി പരിശോധിക്കുകയുണ്ടായി. കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയെ തന്നെ ഇതിനായി ചുമതലപ്പെടുത്തിയിരുന്നു. പക്ഷേ ഒന്നുമായില്ല എന്നുള്ളതായിരുന്നു അന്ന് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതി കോടതിയെ അറിയിച്ചത്. അതുകൊണ്ട് ടോൾ പിരിവ് പുനരാരംഭിക്കേണ്ടതില്ല ഉമേഷ്, ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, ഈ പറയുന്ന ഇടങ്ങളിൽ ദേശീയപാത ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ടോ, അവിടുത്തെ ട്രാഫിക് ബ്ലോക്കിനൊക്കെ പരിഹാരമാക്കിയിട്ടുണ്ടോ, അതിനെക്കുറിച്ച് നമുക്കറിയാൻ പറ്റുന്നത് എന്താണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ടോൾ കൊള്ളകളിൽ ഒന്നാണ് ഈ പാലിയേക്കരയിൽ നടക്കുന്നത്. ആ റോഡ് നിർമ്മാണത്തിന് ചെലവായ തുകയുടെ എത്രയോ ഇരട്ടി തുക ഇപ്പോൾ ടോളിലൂടെ അവിടെ പിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് എത്രയോ കാലങ്ങളായി ഉയർന്നു വരുന്നതാണ്. പക്ഷേ കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഒരിക്കലും അതിനോടൊരു അനുകൂലമായ സമീപനം സ്വീകരിച്ചില്ല എന്നതാണ് ഈ കമ്പനികളെ ഇങ്ങനെ എന്തും ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത്. അതെ, ഏറ്റവും ഒടുവിൽ ഇന്നലെയാണ് ഈ വിഷയം കോടതി പരിശോധിച്ചത്. എന്താണ് ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്നുള്ളത് പരിശോധിച്ചു. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടടക്കം കോടതി പരിശോധിക്കുകയുണ്ടായി. അതിൽ കളക്ടർ ഓൺലൈനായി ഹാജരായ തൃശ്ശൂർ ജില്ലാ കളക്ടർ അറിയിച്ചത് 18 ഇടങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ 13 പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ബാക്കിയുള്ള 5 സ്ഥലങ്ങളുണ്ട്, അത് അതിവേഗം പുരോഗമിക്കുകയാണ് എന്നുള്ളതായിരുന്നു ഏറ്റവും ഒടുവിലായി ഇന്നലെ മറുപടി പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് അങ്ങനെയെങ്കിൽ ഈ ടോൾ പിരിവ് പുനരാരംഭിക്കണോ എന്നുള്ള കാര്യം ഇന്ന് ആ ബാക്കി റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷം തീരുമാനിക്കാം എന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് 1ാമത്തെ ഇനമായി തന്നെ ഈ കേസ് പരിഗണിക്കാം. അപ്പോൾ ഒരു 10:15 തന്നെ ഈ കേസ് കോടതിയുടെ പരിഗണനയിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ബാക്കിയുള്ള 5 ഇടങ്ങളിൽ കൂടി പ്രശ്നം പരിഹരിച്ചോ ഇല്ലയോ എന്നുള്ളത് കളക്ടർ അറിയിക്കുന്നത്, അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് എന്നതിനനുസരിച്ചായിരിക്കും ഈ ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക.